കാനാൽ പുറമ്പോക്കിലെ പട്ടയം, വീട് നിൽക്കുന്ന സ്ഥലവും 15 സെന്റ് സ്ഥലവും. മറ്റുള്ളിടത്ത് ഭൂമിയുണ്ട്, പക്ഷെ വീടില്ലെങ്കിൽ ഇവിടുത്തെ വീടും 15 സ്ഥലവും അടക്കം പട്ടയം നൽകുവാൻ ഇന്നലത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വരും ദിവസങ്ങൾ കാനാൽ പുറമ്പോക്കിൽ താമസിക്കുന്നതിൽ വനഭൂമിയല്ലാത്ത മുഴുവൻ ആളുകൾക്കും പട്ടയം നൽകാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചെന്ന് ഉത്തരവിറങ്ങും. നിങ്ങൾക്ക് എല്ലാവർക്കും പട്ടയം കിട്ടും. നാളെ ഈ പട്ടയം നിങ്ങൾക്ക് രാവിലെ തരാനാണ് ഞങ്ങൾ വർക്കിംഗ് ഡേ തരാനാണ് ഇരുന്നത്. പക്ഷേ ഇലക്ഷൻ ഇന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ നാളെ രാവിലെ തരാൻ പറ്റില്ല. പട്ടയം ഒരു 100 പേർക്കുള്ള പട്ടയം റെഡി ആയിട്ടുണ്ട്. വരും നാളുകളിൽ ഈ പട്ടയം റെഡി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ഓഫീസിൽ നിന്ന്, താലൂക്ക് ഓഫീസിൽ നിന്ന് ഇലക്ഷൻ പ്രഖ്യാപിച്ചാലും വാങ്ങാനുള്ള സൗകര്യം ഉണ്ടാക്കി തരാൻ പരമാവധി ഞാൻ ശ്രമിക്കുകയാണ്. പുനലൂർ, പത്തനാപുരം, അടൂര്, കോന്നി മണ്ഡലങ്ങളിൽ കനാലിന്റെ പുറമ്പോക്കിൽ താമസിക്കുന്നവർക്ക് ഈ ആനുകൂല്യം ബാധകമാണ്. വീടും 10 സെന്റ് സ്ഥലവും തന്നെ ആദ്യം പറഞ്ഞത്. നിയമം അനുസരിച്ച് വീടും 15 സെന്റ് സ്ഥലവും നൽകും. വീട് നിൽക്കുന്ന സ്ഥലം ഉൾപ്പെടുന്ന 15 സെന്റ് സ്ഥലം നിങ്ങൾക്ക് തരാൻ വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇന്നലെ തീരുമാനമെടുത്ത് ഇന്ന് ഉത്തരവിറങ്ങും. നാളെ രാവിലെ തരാം, ഒരെണ്ണമെങ്കിലും തരണം എന്ന് വിചാരിച്ചു. പക്ഷേ ഇലക്ഷൻ പ്രഖ്യാപിച്ചാൽ കഴിയാതെ പോകും. പക്ഷേ പട്ടയം ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനം. 40-25 കൊല്ലം മുമ്പ് ഞാൻ ഇവിടെ വരുമ്പോൾ ഞങ്ങൾക്ക് പട്ടയമില്ല എന്ന് പറഞ്ഞ് വേദനിച്ച നിങ്ങൾ, കിടന്നുറങ്ങുന്ന കെട്ടിടം, ആ കെട്ടിടം നിൽക്കുന്ന സ്ഥലം, ഇത് ഞാൻ കിടന്നുറങ്ങുന്ന എൻ്റെ വീട്, അത് എൻ്റെ അവകാശമല്ല, എനിക്കതിൽ ഏത് നിമിഷവും ഇറങ്ങിപ്പോണ്ടി വരും എന്ന് ചിന്തിച്ച് ജീവിച്ചവരുടെ ജീവിതം മാറ്റിമറിയാണ്. 850-ലധികം പട്ടയമാണ് വനഭൂമി അല്ലാത്ത മേഖലയിൽ. ഇനിയിപ്പോൾ പത്തനാപുരം വില്ലേജ് മുതൽ പുന്നല വില്ലേജ്, പിറവന്തൂർ, അങ്ങനെ തെന്മല, ആര്യങ്കാവ് ഭാഗത്തേക്ക് മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് വരുന്നവർക്ക് 10 സെന്റ് സ്ഥലവും, ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്നവർ, നമ്മൾ ഗ്രാമപഞ്ചായത്തിൽ ഉൾപ്പെടുന്നവരാണ്, നമുക്ക് വീട് നിൽക്കുന്ന 15 സ്ഥലവും പട്ടയമായി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു എന്ന അഭിമാനത്തോടെ. Subscribe and follow me.